ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. വയനാട് മാനന്തവാടിയിൽ നഗരത്തിലിറങ്ങിയ കാട്ടുകൊമ്പനെ തുരത്താനായില്ല. മണിക്കൂറുകളായി ആന ജനവാസ മേഖലയിൽ തുടരുകയാണ്. കർണാടകയിലെ ഹാസനിൽ നിന്ന് പിടികൂടി വനം വകുപ്പ് കാടുകയറ്റിയ ആനയാണ് മാനന്തവാടി ടൗണിലെത്തിയത്. കാട്ടാന ഇറങ്ങിയ സാഹചര്യത്തിൽ മാനന്തവാടിയിലെ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചു. പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. ആനയെ മയക്കുവെടി വെച്ച് പിടികൂടുമെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ രേണുരാജ് പറഞ്ഞു. നിലവിലിപ്പോൾ പ്ലാൻ ചെയ്യുന്നത് ചതുപ്പുള്ള സ്ഥലത്ത് നിന്ന് ആന ഒരല്പം കുറച്ച് ഒരു സ്ഥലത്തേക്ക് മാറിയാലാണ് അതിനെ മയക്കുവെടി വെച്ച് പിടിക്കുന്ന നടപടി ചെയ്യാൻ കഴിയുള്ളൂ. അതല്ലെങ്കിൽ ആന ഈ സമയത്ത് നിൽക്കുന്നിടത്ത് വെടിവെച്ചാൽ ചെറുപ്പമായതുകൊണ്ട് അത് ഓടുമ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മാത്രമല്ല നാല് ചുറ്റിലും വഴികളും സ്ഥാപനങ്ങളും വീടുകളും ഒക്കെ ഉള്ളതുകൊണ്ട് അത് അത്ര സുരക്ഷിതമല്ല. അപ്പോൾ അവിടെ നിന്ന് ഒരല്പം വലത്തേക്ക് മാറിയിട്ട് മയക്കുവെടി വെച്ച് അതിനെ പിടിച്ച് തിരിച്ച് കർണാടക ഫോറസ്റ്റ് സൈഡിലേക്ക് വിടാനാണ് നിലവിൽ ഡിപ്പാർട്ട്മെന്റ് പ്ലാൻ ചെയ്തത്. ജനവാസ മേഖലയിൽ ഇറങ്ങി ആന അക്ഷരാർത്ഥത്തിൽ നഗരത്തെ വിറപ്പിച്ചു. ജനങ്ങളോട് ജാഗ്രത പാലിക്കണമെന്ന് വനം വകുപ്പും പോലീസും ആവശ്യപ്പെട്ടു. സ്കൂളുകളിലെത്തിയ കുട്ടികൾ പുറത്തിറങ്ങരുതെന്നാണ് മുന്നറിയിപ്പ്. സമീപത്ത് വനമേഖലയില്ലാത്തത് ആനയെ കാടുകയറ്റുന്നതിനും തടസ്സമായി. വണ്ടി തന്നെ ഇവിടുന്ന് എത്രയോ ദൂരത്തിൽ ആന മുമ്പിലുണ്ടായിരുന്നു. അതിൻ്റെ വണ്ടിയുടെ വെളിച്ചം കണ്ടപ്പോൾ ആന ഒന്ന് തിരിഞ്ഞു. അപ്പം ഞാൻ റിവേഴ്സ് എടുത്തു. കാരണം ചുറ്റുഭാഗം അടുത്ത് ഫോറസ്റ്റ് ഇല്ല. ഒരു തലപ്പുഴ ഭാഗത്തേക്കാണ് ഫോറസ്റ്റ് ഉള്ളത്. പിന്നെ തിരുനെല്ലി ഭാഗം അങ്ങോട്ടാണ്. അപ്പോൾ ഇത് ടൗൺ ഏരിയയാണ്. എൻ്റെ ഏട്ടത്തെയും എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു സജീവ എന്ന വ്യക്തിയും കൂടി പാല് മേടിക്കാൻ പോയി വരുമ്പോഴാണ് ആനയെ കാണുന്നത്. ഫ്രണ്ടിലെ ആനയുടെ മുന്നിൽ പെട്ടു പോകുന്നത്. ആനയുടെ മുന്നിൽ പെട്ട് അവർ നിലവിളിച്ച് അടുത്തുള്ള വീട്ടിലേക്ക് ഓടി. മനുഷ്യർ ഒരുപാട് വീടുകളും ഒരുപാട് സ്ഥാപനങ്ങളും ഒക്കെ ഉള്ള സ്ഥലമാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ മഴക്കേട് വെച്ചിട്ട് കൊണ്ടുപോക്കേ നടക്കുള്ളൂ. അല്ലാതെ ഈ പറയുന്ന പോലെ രാത്രിയൊന്നും കൊണ്ടുപോക്ക് നടക്കൂല. ചുറ്റത്ത് മുഴുവൻ ടൗണാണ്. ഇതിനപ്പുറമൊക്കെ ടൗണായിട്ടാണ് വരുന്നത്. നമ്മുടെ രാവിലെ ഉണ്ടായിരുന്നത് പായോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മുടെ തോട്ടമുണ്ട് അവിടെ, വാഴത്തോട്ടിൽ ആന ഇറങ്ങിയതുകൊണ്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ നമ്മൾ വന്ന് ഒന്നും നശിപ്പിച്ചിട്ടൊന്നുമില്ല. സുർജിത്ത് അയ്യപ്പത്തും സജോ ദേവസ്യയും വിവരങ്ങൾ നൽകും മാനന്തവാടിയിൽ നിന്നും. സുർജിത്ത്, ഇപ്പോൾ ഈ ആന ഏതു ഭാഗത്താണ്? നഗരത്തിൻ്റെ ജനവാസ മേഖലയിൽ തന്നെ തുടരുകയാണോ? നേരത്തെ കളക്ടർ പറഞ്ഞു ജനവാസ മേഖലയിൽ നിന്നും മാറിയാൽ മയക്കുവെടി വെച്ച് പിടികൂടുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നത്. ആ നിലയ്ക്ക് മയക്കുവെടി വെക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ടോ ഇപ്പോൾ? വിജയകുമാർ, ഇപ്പോൾ ഈ ആനയുള്ളത് മാനന്തവാടി നഗരത്തിൻ്റെ ഒത്ത നടുവിൽ തന്നെയാണ്. ഈ പ്രദേശം, അതായത് കോഴിക്കോട് കണ്ണൂർ റോഡാണ്. ഇപ്പുറം കോഴിക്കോട്ടേക്ക് കുറ്റ്യാടി ഭാഗത്തേക്കെല്ലാം പോകുന്ന റോഡാണ്. അതിന് ഒത്ത നടുവിൽ മെഡിക്കൽ കോളേജിൻ്റെ താഴെയായാണ് ഈ പ്രദേശമുള്ളത്. ഇവിടെയാണ് ഈ ആന നിലയുറപ്പിച്ചിട്ടുള്ളത്. അതായത് ഇവിടെ ഒരു ചതുപ്പ് പോലത്തെ ഒരു പ്രദേശമുണ്ട്. അതായത് അത്യാവശ്യം കൃഷിയൊക്കെ ചെയ്യുന്ന ഒരു മേഖലയാണിത്. ഇവിടെയാണ് ഈ ആന നിലയുറപ്പിച്ചിട്ടുള്ളത്. അതിപ്പോൾ ഒരു വാഴത്തോട്ടത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഏതാണ്ട് 7 മണിക്കൂറോളമായി ഇത്തരത്തിലുള്ള പ്രതിസന്ധി ഈ ആന സൃഷ്ടിക്കുന്നു. 7 മണിക്കൂറോളമായി ആനയുടെ സാന്നിധ്യം ഇവിടെയുണ്ട്. വനം വകുപ്പ് മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ആ ഒരു ദൗത്യത്തിലേക്കാണ് വനം വകുപ്പ് പോകുന്നത് എന്നുള്ള കാര്യമാണ് നിലവിൽ വ്യക്തമാകുന്നത്. കാരണം അല്ലാതെ ഇവിടെ നിന്നും ഇതിനെ മാറ്റുക എന്നുള്ളത് പ്രായോഗികമായ ഒരു നടപടിയല്ല എന്നുള്ളത് തന്നെയാണ് പ്രതിസന്ധി. എന്തായാലും ഈ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടുക എന്നുള്ള ദൗത്യത്തിലേക്ക് കടക്കാനുള്ള ആ ഒരു ശ്രമമാണ് ഇപ്പോൾ വനംവകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയ ശേഷമാണ് അത്തരം നടപടികളിലേക്ക് ഇവർ കടക്കുന്നത്. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം ഇതുമായി ബന്ധപ്പെട്ട് മയക്കുവെടി വെക്കാനുള്ള ആ ഒരു ദൗത്യത്തിലേക്ക് കടക്കുമെന്നുള്ളതാണ്. ആനയെ കൃത്യമായ രീതിയിൽ തന്നെ കാണാൻ കഴിയും എന്നുള്ളതാണ്. കാരണം അത് വാഴത്തോട്ടത്തിലാണ് തമ്പടിച്ച് നിൽക്കുന്നത്. എന്തായാലും ആളുകൾ ചുറ്റുഭാഗത്തുമായി ആളുകൾ കൂടി നിൽക്കുന്നു. ഇവിടെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിരോധനാജ്ഞ പ്രഖ്യാപിച്ച ഒരു സാഹചര്യം കൂടിയുണ്ട്. ആനയെ നമുക്ക് കൃത്യമായ രീതിയിൽ തന്നെ കാണാൻ കഴിയുമെന്നുള്ളതാണ്. കാരണം ഒരു വാഴത്തോട്ടത്തിന് സമീപത്താണ് ഇപ്പോൾ നിലവിൽ ആന നിലയുറപ്പിച്ച് നിൽക്കുന്നത്. ഏതാണ്ട് ഇവിടെ എത്തിയ ശേഷം, അതായത് ഈ കൊല്ലിയിലേക്ക് എത്തിയ ശേഷം 2 മണിക്കൂറോളം ആന നിന്നു. അതിനുശേഷം അല്പനേരം, ഏതാണ്ട് ഒരു അരമണിക്കൂറോളം കിടന്നു. അതിനുശേഷം ഇപ്പോൾ വീണ്ടും എഴുന്നേറ്റ് ഇവിടെ നിന്നും കയറാൻ വേണ്ടി ഒരു ശ്രമം നടത്തി. പക്ഷേ അതിനുശേഷമാണ് ഇപ്പോൾ ഈ വാഴത്തോട്ടത്തിൽ ഇതിനെ കാണാൻ കഴിയുന്നത്. ധാരാളം ആളുകൾ ചുറ്റിലും തടിച്ച് കൂടിയിട്ടുണ്ട്. ഇവിടെ നിന്നും സുരക്ഷിതമായി ആനയെ മയക്കുവെടി വെച്ചല്ലാതെ മറ്റൊരു രീതിയിലും കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ള തരത്തിലുള്ള നിലപാടാണ് ഈ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ സ്വീകരിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ അത് തന്നെയാണ് പറയുന്നത്. ജില്ലാ കളക്ടർ പറഞ്ഞു മയക്കുവെടി വെച്ച ശേഷം ഇതിനെ പിടികൂടി നേരെ കർണാടകയുടെ റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയാണ്. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ സ്ഥിരീകരണം വന്നിട്ടുണ്ട്. തണ്ണീർ കൊമ്പൻ എന്നു പേരുള്ള
ആനയാണ് ഇത് എന്നും ഹാസനിൽ കൃഷി വ്യാപകമായ രീതിയിൽ തന്നെ നശിപ്പിച്ച ആനയാണ് എന്നുള്ള തരത്തിലുള്ള വിവരങ്ങളെല്ലാം തന്നെ ഇതിനകം പുറത്തു വന്നതാണ്. കഴിഞ്ഞ ജനുവരി മാസം 26-ാം തീയതി ആനയെ പിടികൂടിയ ശേഷം ഇതിനെ കാട്ടിലേക്ക് അയച്ചു. നാഗർഹോളെ വനമേഖലയിലേക്കാണ് അയച്ചത്. അവിടെ നിന്നുമാണ് ഈ ആന എടവക പഞ്ചായത്തിൻ്റെ പ്രദേശത്തേക്ക് ഇറങ്ങി വന്നിട്ടുള്ളത്. എടവക പഞ്ചായത്ത് എന്ന് പറയുന്ന ആ ഒരു പ്രദേശം കാടില്ലാത്ത വനമില്ലാത്ത ഒരു പഞ്ചായത്ത്, അപൂർവം പഞ്ചായത്തുകളിലൊന്നാണ് വയനാട്ടിലെ. പക്ഷേ അവിടേക്ക് ഈ ആന എങ്ങനെ എത്തി എന്നുള്ളതാണ് അത്ഭുതകരമായ കാര്യം. അതിനുശേഷം ഇത് പുഴ കടന്നുകൊണ്ട് മാനന്തവാടി നഗരസഭാ പരിധിയിലേക്ക് പ്രവേശിച്ചു. മാനന്തവാടി നഗരസഭയുടെ കോടതി സമുച്ചയത്തിനകത്താണ് ഏതാനും സമയം അത് ഉണ്ടായിരുന്നത്. അതായത് 1 മണിക്കൂറോളം അവിടെ തമ്പടിച്ചിരുന്നു. അതിനുശേഷം പടക്കം പൊട്ടിച്ചും മറ്റും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അതിനെ താഴേക്ക് എത്തിക്കുകയായിരുന്നു. താഴേക്ക് ഇപ്പോൾ ഉള്ളത് ഒരു സുരക്ഷിതമായ ഒരു മേഖലയാണ്. ആ മേഖലയിലാണ് ഈ ആനയുടെ സാന്നിധ്യം കാണാൻ കഴിയുന്നത്. അതായത് ഇതൊരു കൊല്ലി പ്രദേശമാണ്, കൃഷി നടത്തുന്ന വാഴകൃഷിയെല്ലാം തന്നെ നടത്തുന്ന ഒരു പ്രദേശമാണ്. എന്നാൽ നഗരത്തിൻ്റെ ഒത്ത നടുക്കുള്ള ഒരു പ്രദേശം കൂടിയാണ്. ഇവിടെയാണ് ഈ ആന ഇപ്പോഴും നിലയുറപ്പിക്കുന്നത്. ഏതാണ്ട് 7 മണിക്കൂറിലധികമായി ഈ ആനയുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ട് പക്ഷേ മയക്ക് വെടിയുതിർക്കാനുള്ള നടപടികളിലേക്ക് കടന്നിട്ടില്ല. അതായത് ജില്ലാ ഭരണകൂടം ഇത് പറയുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക ഉത്തരവ് ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഉത്തരവാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇതിന്റെ മയക്കുവെടി വെക്കുന്നതിന്റെ ചുമതലയുള്ള വനം വകുപ്പ് ഉദ്യോഗസ്ഥർ, വെറ്ററിനറി ഡോക്ടർമാരൊക്കെ അവിടെയുണ്ട്. ഈ കുങ്കിയാനകളെയൊക്കെ അവിടെ എത്തിക്കണമല്ലോ. ഇതിനെ തിരികെ കാട്ടിലേക്കോ അല്ലെങ്കിൽ ഇപ്പോൾ കർണാടകയ്ക്ക് കൈമാറാനാണെങ്കിലും അതിന് കുങ്കിയാനകളുടെ ഒക്കെ സേവനം വേണ്ടിവരും. ആ നിലയ്ക്ക് എല്ലാം സജ്ജമാക്കിയിട്ടുണ്ടോ? എന്തായാലും ഇതിനെ മയക്കുവെടി വെക്കാതെ സമീപത്ത് അല്ലെങ്കിൽ വനമേഖല ഇല്ലാത്തത് കൊണ്ട് അവിടെ നിന്ന് മാറ്റാൻ കഴിയില്ല, അത് ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്കുള്ള ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടോ ഇപ്പോൾ? വിജയകുമാർ, കുങ്കിയാനകളിൽ ഒന്നിനെ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരമാണ് ലഭ്യമാകുന്നത്. അതായത് വിക്രം എന്നു പേരുള്ള കുങ്കിയാന എത്തിച്ചിട്ടുണ്ട്. ഇനി ഒരു കുങ്കിയാനയെ കൂടി എത്തിക്കേണ്ടതുണ്ട്. 2 കുങ്കിയാനകൾ ഉപയോഗിച്ചാകും ഈ ദൗത്യം നടപ്പാക്കുക എന്നുള്ളതാണ് വനം വകുപ്പിൽ നിന്ന് ഏറ്റവും ഒടുവിൽ ലഭ്യമായ വിവരം. മുത്തങ്ങയിൽ നിന്നുമാണ് കുങ്കിയാനകളെ എത്തിക്കുന്നത്. 2 കുങ്കിയാനകളും എത്തിയ ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവും ഇതിന് പിന്നാലെ ഇറങ്ങും. അതിനുശേഷം അതിനെ പിടികൂടുന്ന മയക്കുവെടി ഉതിർത്ത് പിടികൂടി അത് നേരെ അതിനെ കൊണ്ടുപോയി അതിനുശേഷം കർണാടകയ്ക്ക് കൈമാറുന്ന നടപടിയിലേക്ക് കടക്കും എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ വനംവകുപ്പിൽ നിന്ന് ലഭ്യമാകുന്നത്. അത്തരം നടപടികളിലേക്ക് കടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ആന ഇപ്പോഴും അത് വലിയ തരത്തിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരം. പ്രത്യേകിച്ച് ഈ എടവക പഞ്ചായത്തിലെയും മാനന്തവാടിയിലെയും ജനവാസ മേഖലയിലേക്ക് ജനങ്ങൾ മാത്രമല്ല ധാരാളം വ്യാപാര സമുച്ചയങ്ങൾ, സർക്കാർ സ്ഥാപനങ്ങൾ, സ്കൂളുകൾ എല്ലാം തന്നെ ഉള്ള മേഖലയാണ്. ഇവിടേക്ക് ഇറങ്ങിയെങ്കിൽ പോലും വലിയ അളവിലുള്ള ഒരു നാശം, പ്രത്യേകിച്ച് കൃഷിനാശമോ അല്ലെങ്കിൽ ആൾനാശമോ ആളുകൾക്ക് പരിക്കേൽക്കുന്നതോ അത്തരം സംഭവങ്ങളിലേക്ക് പോയിട്ടില്ല എന്നുള്ളത് മാത്രമാണ് നിലവിലെ ആശ്വാസകരമായ വസ്തുത. ഒരുപക്ഷെ ഈ ഹാസനിൽ കൃഷിത്തോട്ടത്തിലെല്ലാം തന്നെ ഇറങ്ങി വലിയ അലോസരം സൃഷ്ടിച്ചിരുന്ന ഒരു കൊമ്പനാണിത്. ഇതിനെയാണ് മയക്കുവെടി വെച്ച് പിടികൂടി അതിനെ റേഡിയോ കോളർ ഘടിപ്പിച്ച ശേഷം നാഗർഹോളെ വനമേഖലയിലേക്ക് കൊണ്ടുവിടുന്നത്. എന്തായാലും ബ്രഹ്മഗിരി മലനിരകളുടെ അപ്പുറത്ത് അവിടെ നിന്നും അത് ഇവിടേക്ക് കടന്നു വന്നത് ഏത് വിധത്തിലാകാം എന്നുള്ള അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷണം നടക്കുന്നുണ്ട്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ, മുതിർന്ന ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടെയുണ്ട്. നോർത്ത് DFO മാർട്ടിൻ ലോവൽ, അതോടൊപ്പം തന്നെ സൗത്ത് DFO ആയിട്ടുള്ള ഷജിന കരീം എന്നിവർ ഇവിടെയുണ്ട്. ജില്ലാ കളക്ടർ ഇവിടേക്ക് നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. മാത്രമല്ല RRT സംഘം രാവിലെ മുതൽ തന്നെയുണ്ട്. വെറ്ററിനറി ഡോക്ടർമാർ, ഡോക്ടർ അജേഷ് മോഹൻദാസിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇവരുടെ നേതൃത്വത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നോർത്തേൺ CCF ദീപ അല്പസമയം മുമ്പ് തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും ഉന്നത വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ ഇവിടെയുണ്ട്. ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ട ആളുകളെല്ലാം തന്നെയുണ്ട്. തഹസിൽദാർ രാവിലെ മുതലുണ്ട്. ഇവരെല്ലാം തന്നെ ഇവരുടെ നേതൃത്വത്തിലാണ് ഈ ദൗത്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. 144 പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ഒരു അവസ്ഥയിൽ ഈ വ്യാപാര സ്ഥാപനങ്ങളെല്ലാം തന്നെ ഇതിനകം തന്നെ അടച്ച് പൂട്ടിയിട്ടുണ്ട്. മാത്രമല്ല ആളുകളോട് പുറത്തിറങ്ങരുത് എന്നുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. അത് തന്നെയാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഒന്ന്, അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. സ്കൂളുകളിലേക്കൊക്കെ രാവിലെ കുട്ടികൾ പോയിരുന്നു. ആളുകളൊക്കെ അവരുടെ ജോലിക്ക് ദൈനംദിന ആവശ്യങ്ങൾക്കായി പുറത്തേക്ക് പോയിരുന്നു. അപ്പോൾ അവരൊക്കെ അക്ഷരാർത്ഥത്തിൽ കുടുങ്ങി എന്ന് വേണം കരുതാനല്ലേ? കാരണം ഇനിയിപ്പോൾ അവർക്ക് എന്തെങ്കിലും ഔദ്യോഗികമായി പോലീസോ വനം വകുപ്പോ നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മൂവ് ചെയ്യാൻ കഴിയുകയുള്ളൂ. വ്യാപാര സ്ഥാപനങ്ങളൊക്കെ അടച്ചു. യഥാർത്ഥത്തിൽ മുൾമുനയിലായിട്ടുണ്ട് അവിടുത്തെ ജനജീവിതം, അല്ലേ? തീർച്ചയായും, സ്വാഭാവികമായും ഇത്തരത്തിലൊരു ആന ഇറങ്ങുന്നു. അത് ജനവാസ കേന്ദ്രം, ജനനിബിഡമായ കേന്ദ്രം, ധാരാളം ആളുകൾ എത്തുന്ന ഒരു പ്രദേശം, അത് മാനന്തവാടി നഗരത്തിൻ്റെ ഒത്ത നടുക്ക്. സ്വാഭാവികമായും ആളുകളെ സംബന്ധിച്ച ആശങ്ക സ്വാഭാവികം തന്നെയാണ്. കാരണം
ഇങ്ങനെയൊരു സംഭവം മുമ്പ് കേട്ടുകേൾവിയില്ലാത്ത വിധത്തിലുള്ള സംഭവം ഈ നഗര കേന്ദ്രത്തിൽ ആവർത്തിക്കുന്നു എന്നുള്ളതാണ്, നഗര കേന്ദ്രത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ആശങ്ക. ആ ആശങ്ക തന്നെയാണ് ഇവിടെ ഉള്ളത്. ആളുകൾ രാവിലെ ഇറങ്ങുമ്പോഴാണ് ഈ വാർത്ത പുറത്തു വരുന്നത്. എടവക പഞ്ചായത്തിൽ ഇത്തരത്തിൽ കാട്ടാന ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള വാർത്ത ആദ്യം പുറത്തു വരുന്നത് ഇന്ന് രാവിലെയാണ്. ഇന്ന് രാവിലെ 5 മണിയോടുകൂടി ഈ ആനയെ കണ്ടു എന്നുള്ളതാണ്. ക്ഷീര കർഷകരാണ് ഈ ആനയെ കണ്ടു എന്നാണ് പറയുന്നത്. അത് പല ഭാഗങ്ങളിൽ ഈ ആനയെ കാണുന്നു. അതിനുശേഷം പക്ഷേ ആന സുഗമമായ രീതിയിൽ തന്നെ റോഡുകളിലൂടെയും തോട്ടങ്ങളിലൂടെയും എല്ലാം തന്നെ നടന്ന് പോകുന്ന ഒരു കാഴ്ചയ്ക്കാണ് സാക്ഷ്യം വെച്ചത്. ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളെല്ലാം തന്നെ പിന്നീട് പുറത്തു വന്നു. ഇതിനുശേഷമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എടവക പഞ്ചായത്തിൻ്റെ പ്രദേശത്ത് എത്തിയത്. അതിനുശേഷം പടക്കം പൊട്ടിച്ചും മറ്റും ആനയെ തുരത്താനുള്ള ഒരു ശ്രമമൊക്കെ ഉണ്ടായി. പക്ഷേ ആന നേരെ മാനന്തവാടി പുഴ കടന്ന ശേഷം ആ പുഴ നീന്തി കയറി തൊട്ടടുത്തുള്ള ഈ കോടതി സമുച്ചയത്തിലേക്ക്, അതായത് നഗര കേന്ദ്രത്തിലേക്ക് എത്തുകയായിരുന്നു. കോടതി സമുച്ചയത്തിൽ ഏതാണ്ട് 1 മണിക്കൂറോളം നിലയുറപ്പിച്ചു. അതിനുശേഷമാണ് അവിടെ നിന്നും പടക്കം പൊട്ടിച്ചും മറ്റും ആനയെ തുരത്താൻ വേണ്ടി തയ്യാറായത്. ആനയെ തുരത്തിയപ്പോൾ അത് എത്തിയത് ഈ കൊല്ലിയിലേക്കാണ്. ഈ കൊല്ലി എന്ന് പറയുന്നത് ഇത് അത്യാവശ്യം വിസ്തൃതിയുള്ള ഒരു വാഴത്തോട്ടവും മറ്റുമുള്ള ഒരു ചതുപ്പ് നനഞ്ഞ ഒരു പ്രദേശമാണ്. ആ പ്രദേശത്താണ് ആനയുള്ളത്. ആന എത്തി ഏതാണ്ട് ഒരു 1.5 മുതൽ 2 മണിക്കൂർ വരെ അത് നിന്നു. അതിനുശേഷം അത് കുറച്ച് ഓരത്തേക്ക് മാറി, മരങ്ങളെല്ലാം തന്നെ ഉള്ള ഒരു ഓരത്തേക്ക് മാറി. ആ ഓരത്തേക്ക് മാറി അവിടെ കിടന്ന ശേഷം ഇപ്പോൾ വീണ്ടും അല്പസമയം മുമ്പ്, ഏതാണ്ട് ഒരു 15 മിനിറ്റ് മുമ്പാണ് അത് എഴുന്നേറ്റ് പോകാനൊരു ശ്രമം നടത്തിയത്. അതിനുശേഷം അത് വീണ്ടും ആ കൊല്ലിയിൽ തന്നെ നിലയുറപ്പിച്ച് നിൽക്കുന്ന ആ ഒരു ദൃശ്യമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. വാഴ തിന്നുന്നുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ ഒരു തെങ്ങിൻ്റെ ഓല പറിച്ച് അത് തിന്നുന്നുണ്ട്. അത്തരത്തിലുള്ള ആ ഒരു കാഴ്ചയാണ് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. പക്ഷേ ഇവിടെ നിന്നും ഇതിനെ മാറ്റുക എന്നുള്ളത്, അതായത് ഓടിച്ചു മാറ്റുക എന്നുള്ളത് ശ്രമകരമായ ദൗത്യമാണ്. പ്രത്യേകിച്ച് ജനവാസമുള്ള ഒരു മേഖലയാണ് ഇവിടം എന്നുള്ളതാണ് ഏറ്റവും വലിയ. ശരി സുർജിത്ത്, തുടരുക. എന്തായാലും 7 മണിക്കൂർ പിന്നിടുന്നു ആന നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിയിട്ട്. അതിപ്പോഴും നഗരത്തിൽ തുടരുകയാണ്. ചില പ്രേക്ഷകർ പറയുന്നുണ്ട് ആന നിൽക്കുന്നത് ഒരു ചതുപ്പ് പ്രദേശമാണ്, നഗരത്തിൻ്റെ ഭാഗം തന്നെയാണത്. അതൊരു താഴ്ന്ന സ്ഥലത്തായതുകൊണ്ടാണ് സമീപത്ത് കെട്ടിടങ്ങളൊന്നും കാണാത്തത് എന്ന് ചില പ്രേക്ഷകരും അറിയിക്കുന്നുണ്ട്. ശരിയാണ്, നഗരഹൃദയത്തിൽ നഗരഭാഗത്ത് തന്നെ തുടരുകയാണ്. എന്താണ് വനം വകുപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നത് സംബന്ധിച്ച ഒരു ധാരണ അവർക്കുണ്ട്. പക്ഷേ ജനവാസ മേഖലയിൽ ആന തുടരുന്നത് കൊണ്ട് അത്തരം നടപടിക്രമങ്ങൾ ഈ ഘട്ടത്തിൽ പാലിക്കാൻ കഴിയുന്നില്ല എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അറിയിക്കുന്നത്. ഇതുവരെ കാര്യമായ നാശനഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. ജനങ്ങളോട് ജാഗ്രത പാലിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. നഗരത്തിലെ കടകളൊക്കെ അടച്ചിട്ടുണ്ട്. വിദ്യാലയങ്ങളിലെത്തിയ കുട്ടികൾ സ്കൂളുകളിൽ തുടരണമെന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ജാഗ്രത പാലിക്കണം എന്നതാണ് പൊതുവായ നിർദ്ദേശം. ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. നടൻ വിജയ് ഇന്ന് രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചേക്കുമെന്ന് സൂചന. ഡൽഹിയിലായിരിക്കും പ്രഖ്യാപനം. മക്കളിയക്കം പ്രവർത്തകരോട് തയ്യാറായിരിക്കാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. മനേഷ് മൂർത്തി വിവരങ്ങൾ നൽകും. ചെന്നൈയിൽ നിന്ന് മനേഷ്, ഇന്ന് തന്നെ പാർട്ടി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന സൂചനയ്ക്ക് പിന്നിൽ എന്താണ്? ഡൽഹിയിലാണോ ഇതിൻ്റെ പ്രഖ്യാപനം? നമുക്ക് ചെന്നൈയിൽ നിന്ന് എന്തൊക്കെ വിവരങ്ങൾ ലഭ്യമാണിപ്പോൾ? വിജയകുമാർ, വിജയ് മക്കളും ഈ ഇയക്കത്തിന്റെ പ്രവർത്തകരുമായി ബന്ധപ്പെടുമ്പോൾ അവരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ഇങ്ങനെയാണ്. അതായത് ഡൽഹിയിലായിരിക്കും പ്രഖ്യാപനം ഉണ്ടാവുക. ഈ നിലവിൽ വിജയ് മക്കൾ ഇയക്കത്തിന്റെ ചെയർമാനായിട്ടുള്ള ബുസി ആനന്ദ് നിലവിൽ ഡൽഹിയിലുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പാർട്ടിയുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഫെബ്രുവരി ആദ്യ വാരത്തിൽ ഡൽഹിക്ക് പോകുമെന്ന് പറഞ്ഞിരുന്നു. ഈ പ്രഖ്യാപനത്തിൽ വിജയ് ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ നമുക്ക് നിലവിൽ ഉറപ്പില്ല. പക്ഷേ എന്തായാലും ഈ മക്കൾ ഇയക്കത്തിന് പ്രവർത്തകരിൽ നിന്നും ഭാരവാഹികളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ബുസി ആനന്ദ് ഇപ്പോൾ ഡൽഹിയിലുണ്ട്. അവിടെ വെച്ചായിരിക്കും പ്രഖ്യാപനമെന്ന് ആണ് ലഭിക്കുന്ന സൂചനകൾ. മാത്രമല്ല 12 മണിക്ക് ശേഷം, ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷം എപ്പോൾ വേണമെങ്കിലും പാർട്ടി പ്രഖ്യാപനം ഉണ്ടാകും. അത് കഴിഞ്ഞാൽ 1 കോടി ആളുകളെ, 1 കോടി മെമ്പർഷിപ്പ് ചേർക്കുക എന്നുള്ളതാണ് ആദ്യഘട്ടം എന്ന് പറയുന്നത്. അതിന് തയ്യാറായിരിക്കാൻ പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഈ വിജയ് മക്കൾ ഇയക്കത്തിന്റെ പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഓരോ യൂണിറ്റുകളിലും ആഘോഷ പ്രകടനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രവർത്തകരിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തന്നെ വിജയുടെ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അത് ഡൽഹിയിൽ നിന്നായിരിക്കും ആ പ്രഖ്യാപനം ഉണ്ടാവുക എന്നും പ്രവർത്തകരിൽ നിന്നും നമുക്ക്. അങ്ങനെയാണെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലേക്ക് മത്സര സാഹചര്യം മാറുമല്ലേ? ഇതിപ്പോൾ മുന്നണികളിൽ ഒന്നും പെടാതെ വിജയ് അദ്ദേഹത്തിന്റെ പാർട്ടി തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടാകും. ഇപ്പോഴത്തെ നിലയിൽ അത് അവിടുത്തെ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യം ആകെ തകിടം മറിച്ചേക്കാം അല്ലേ?
തീർച്ചയായും വിജയകുമാർ, കാരണം ഈ പറഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുൻപായി പാർട്ടി പ്രഖ്യാപിക്കണമെന്നുള്ളത് വിജയമക്കൾ ഇയക്കത്തിന്റെ ജനറൽ ബോഡിയിൽ വന്ന കൂട്ടായ ഒരു തീരുമാനം, അല്ലെങ്കിൽ അവിടെ നിന്നുണ്ടായ യോഗത്തിലുണ്ടായ ഒരു ഏക അഭിപ്രായം അതുതന്നെയായിരുന്നു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളായിരുന്നു വിജയ് നടത്തി വന്നത് എന്നുള്ളതായിരുന്നു നേരത്തെ മുതൽ തന്നെ പറഞ്ഞിരുന്ന കാര്യം. പക്ഷേ ഇപ്പോൾ വളരെ വേഗത്തിൽ ഈ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുന്നത് തന്നെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സാന്നിധ്യം അറിയിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം വളരെ വേഗത്തിലാണ്, ജനുവരി അവസാന വാരത്തോടു കൂടിയാണ് ഈ തരത്തിലുള്ള പ്രഖ്യാപനം ഉണ്ടാവുന്നത്. ജനറൽ കൗൺസിലിൽ വെച്ച് വിജയ് അധ്യക്ഷനായി തെരഞ്ഞെടുത്തുകൊണ്ടുള്ള ആ ഒരു കാര്യം പോലും ജനറൽ കൗൺസിൽ വെക്കുകയും അത് അംഗീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് വളരെ വേഗത്തിൽ ഇപ്പോൾ പാർട്ടി രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് തന്നെ പാർട്ടി പ്രഖ്യാപിക്കുക, വളരെ വേഗത്തിൽ പാർലമെന്റ് ഇലക്ഷനെ നേരിടുക എന്നുള്ളതാണ്. അതിന്റെ ഭാഗം തന്നെയാണ് ഇന്നിപ്പോൾ 1 കോടി മെമ്പർഷിപ്പ് ആദ്യഘട്ടത്തിൽ തന്നെ 1 കോടി ആളുകളെ പാർട്ടിയിൽ ചേർക്കുക എന്നുള്ള ആഹ്വാനമാണ് പ്രവർത്തകർക്ക്, വിജയ് മക്കൾ ഇയക്കം പ്രവർത്തകർക്ക് നൽകിയിട്ടുള്ളത്. എന്തായാലും രാഷ്ട്രീയത്തിലേക്ക് വരുന്നു വിജയ് എന്ന കാര്യത്തിൽ ഇപ്പോൾ ഏറെക്കുറെ ഉറപ്പായിരിക്കും. നടൻ വിജയ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രഖ്യാപനം ഇന്ന് ഡൽഹിയിൽ ഉണ്ടാകുമെന്നാണ് ചെന്നൈ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. വിജയ് മക്കൾ ഇയക്കം പ്രവർത്തകരോട് തയ്യാറായിരിക്കാനാണ് ആഹ്വാനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി മത്സര രംഗത്തുണ്ടാകും എന്ന സൂചനയാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. ഇന്ന് തന്നെ ഉച്ചയ്ക്ക് ശേഷം പുതിയ പാർട്ടി പ്രഖ്യാപനം ഉണ്ടാകും. ആരാധകർ തയ്യാറായിരിക്കുകയാണ്. മനേഷ് മൂർത്തിയാണ് വിവരങ്ങൾ നൽകിയത് ചെന്നൈയിൽ നിന്ന്. നമ്മൾ വീണ്ടും വയനാട്ടിലേക്ക് പോകുന്നു. മാനന്തവാടിയിൽ നഗരത്തിലിറങ്ങിയ കാട്ടുകൊമ്പനെ തുരത്താൻ കഴിഞ്ഞിട്ടില്ല. ജനവാസ മേഖലയിൽ ആന ഇപ്പോഴും തുടരുകയാണ്. നഗരഹൃദയത്തിൽ തന്നെ ആനയുടെ സാന്നിധ്യമുണ്ട്. മയക്കുവെടി വയ്ക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. ഉത്തരവിറങ്ങിയിട്ടില്ല. പക്ഷേ ജനവാസ മേഖലയിൽ ആന തുടരുന്നത് മയക്കുവെടി വെച്ച് പിടികൂടുന്നതിന് തടസ്സമാണ്. സജോ ദേവസ്യാണ് വിവരങ്ങളുമായി ചേരുന്നത്. സജോ, ആന ഇപ്പോഴും ഒരു ജനവാസ മേഖലയോട് ചേർന്നുള്ള കൃഷിയിടത്ത് ഒരു വാഴത്തോട്ടത്തിൽ നിൽക്കുന്നത് നമുക്ക് കാണാം. എന്തായാലും ആ ഭാഗത്തൊന്നും വെച്ച് മയക്കുവെടി വയ്ക്കുകയോ പിടികൂടുകയോ ഒന്നും ചെയ്യാൻ കഴിയില്ല. വനംവകുപ്പിൻ്റെ നീക്കങ്ങൾ എന്തൊക്കെയാണ്? നഗരത്തിലെ അവസ്ഥ എന്താണ് ഇപ്പോൾ? വിജയകുമാർ, ഇത് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യമായി എടുത്തു പറയേണ്ടത് നഗരമേഖലയാണ്. നഗരമേഖല എന്നത് മാത്രമല്ല, വലിയ തോതിലുള്ള ജനവാസ മേഖലയാണ്. ധാരാളം കച്ചവട സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, അങ്ങനെ നിരവധി സ്ഥാപനങ്ങൾ, ആളുകളുടെ സാന്നിധ്യം എല്ലാം ഉള്ളൊരു നഗരമേഖലയാണ്. ഇതിന് മുൻപ് ഇത്തരം ഒരു എക്സ്പീരിയൻസ് ഒരുപക്ഷെ ഉണ്ടായിട്ടില്ല, സമീപകാലത്ത് ഉണ്ടായിട്ടില്ല. കാരണം ഒരു പ്രധാനപ്പെട്ട നഗരമേഖലയിൽ, ഇത്രയധികം ജനവാസ മേഖലയിൽ ഒരു പ്രധാനപ്പെട്ട ഈ പ്രദേശത്തിൻ്റെ ഒരു സ്ഥിരാകേന്ദ്രം എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് ആന ഇപ്പോഴും നിലയുറപ്പിച്ചിരിക്കുന്നത്. ഈ നഗരമേഖലയ്ക്ക് അകത്ത് തന്നെയാണ്. അത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ, ക്ലോസ് ആയിട്ടുള്ള ദൃശ്യങ്ങളിൽ കാണുമ്പോൾ ഇത് അത്ര വ്യക്തമാവുകയില്ല, നഗരത്തിലെ ഒരു സ്ഥലമാണ് എന്ന് വ്യക്തമാവുകയില്ല. പക്ഷേ ഈ നമുക്ക് ഇവിടെ നിന്ന് ദൃശ്യങ്ങളിൽ തന്നെ പോയാൽ കാണാൻ കഴിയും. ഇവിടെയൊക്കെയുള്ള ധാരാളം സ്ഥാപനങ്ങളെല്ലാം ഉള്ള ഒരു പ്രദേശമാണ്. ഇനിയിപ്പോൾ ഈ തുരത്തുക എന്നത് പ്രായോഗികമല്ല. കാരണം ഇവിടെ നിന്ന് വനത്തിലേക്ക് തന്നെ 12 കിലോമീറ്ററിലധികം ദൂരമുണ്ട്. അതിനിടയിൽ ധാരാളം സ്ഥാപനങ്ങളും വീടുകളും ജനവാസ മേഖലയാണ്, മുഴുവൻ ജനവാസ മേഖലയാണ്. നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങളെല്ലാം പൂർണ്ണമായും അടച്ചിടാനുള്ള നിർദ്ദേശം പോലീസ് നൽകുകയും എല്ലാ സ്ഥാപനങ്ങളും അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. നിരോധനാജ്ഞ നഗരസഭാ പരിധിയിലും ഇടവക പഞ്ചായത്തിലെ 3 വാർഡുകളിലും ഒപ്പം നഗരസഭയിൽ ഇപ്പോൾ ഈ പ്രദേശം ഉൾപ്പെടുന്ന മേഖലകളിലും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം ഇവിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം ഇവിടെ ക്യാമ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ വളരെ എളുപ്പത്തിൽ, അതായത് ഈ നഗരത്തിനകത്ത് വെച്ച് തന്നെ, ഈ ഇത്രയും ഒരു സ്ഥലത്ത് വെച്ച് തന്നെ വളരെ ഈ ഒരു മയക്കുവെടിയിലേക്കൊക്കെ വളരെ പെട്ടെന്ന് പോവുക എന്നതിലും അതിന് പ്രായോഗികമായ ചില പ്രശ്നങ്ങളും മറ്റുമൊക്കെ അവർക്ക് ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അത്തരമൊരു ഉത്തരവിൻ്റെ കാലതാമസം മാത്രമേ ഉള്ളൂ എന്നാണ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ പങ്കുവയ്ക്കുന്ന ഒരു കാര്യം. അതിനുശേഷം നീക്കുക, കുറച്ചുകൂടി ഇപ്പോൾ ഉള്ളൊരു സമയം, ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഈ കാര്യത്തിലൊരു ആശ്വാസമുള്ളത് ആന പരിഭ്രാന്തരല്ല. ഏതെങ്കിലും തരത്തിൻ്റെ ഹിസ്റ്ററി കൃത്യമായി തന്നെ വനംവകുപ്പ് ഇപ്പോൾ കർണാടക വനംവകുപ്പിൽ നിന്ന് ശേഖരിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇതുവരെ ആളുകളെ ആക്രമിച്ചൊരു ഹിസ്റ്ററി ഇല്ല. ഇപ്പോഴും ശാന്ത സ്വഭാവിയായി തന്നെ അവിടെയുണ്ട്. അവിടെ ഒരു വാഴത്തോട്ടമാണ്. ആ വാഴ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കണ്ടെത്തി കഴിക്കുന്നുണ്ട്. അവിടെ നിന്ന് അങ്ങനെ ശാന്തപ്രകൃതിയോട് കൂടി തന്നെ ഇപ്പോൾ അവിടെ തുടരുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ പരിഭ്രാന്തരായിട്ടില്ല. അത്തരമൊരു സാഹചര്യമൊന്നും ഇപ്പോഴത്തെ സാഹചര്യത്തില്ല. അതുകൊണ്ട് ഈ മേഖലയിൽ ഇപ്പോൾ ഒരു ജാഗ്രത, പൂർണ്ണമായ ജാഗ്രത, സുരക്ഷ ഉറപ്പാക്കുക. കാരണം മുൻപ് കണ്ണൂരിൽ വളരെ അടുത്ത കാലത്താണ് ഒരു വലിയ ദുരന്തം ഉണ്ടായത്. ആനയെ തുരത്തുന്നതിനിടെ ഒരാൾക്ക് ജീവൻ, അതായത് ആനയെ കാണാൻ എത്തിയ ഒരാൾക്ക് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി കാണേണ്ടതുണ്ട്. അത് ജില്ലാ ഭരണകൂടം ഉറപ്പാക്കുന്നു. ഒരു വശത്ത് ഇപ്പോൾ അത് പൂർത്തിയായിട്ടുണ്ട്. നഗരത്തിലെ എല്ലാ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി, എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും അടച്ചു. അങ്ങനെ ആളുകൾ അനാവശ്യമായി ഇങ്ങോട്ടേക്ക് മാനന്തവാടി നഗരത്തിലേക്ക് എത്തരുത് എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ നിലയ്ക്ക് സുരക്ഷയുടെ കാര്യത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ ഇപ്പോൾ നടപ്പായിട്ടുണ്ട്. ഇനിയിപ്പോൾ മുകളിൽ നിന്നുള്ളൊരു അന്തിമമായ ഉത്തരവാണ്, അതായത് മയക്കുവെടി തന്നെ എന്ന ഒരു അന്തിമമായ ഉത്തരവ് ഔദ്യോഗികമായി തന്നെ ലഭ്യമാകേണ്ടതുണ്ട്. അതിനുശേഷമാണ്, ഏതായാലും തുരത്തൽ പ്രായോഗികമല്ല എന്ന് ഇതിനകം തന്നെ വനം വകുപ്പ് ഒരു നിഗമനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പ്രായോഗികമല്ല. കാരണം ഇനിയിപ്പോൾ
നഗരമേഖലയും ഈ ജനവാസ മേഖലയും എല്ലാം പിന്നിട്ട് 12 കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലത്തേക്ക് രാത്രിയിൽ തുരത്താമെന്ന് കരുതിയാൽ പോലും സുരക്ഷിതമാകാൻ വഴിയില്ല. അതാണ് മയക്കുവെടി എന്ന ഒരു ഓപ്ഷനിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിയത്. നിലവിൽ അതായത് ഇപ്പോൾ ആന ഏതെങ്കിലും തരത്തിൽ പരിഭ്രാന്ത ആകുന്ന സാഹചര്യം ഉണ്ടായാലാണ് നഗരത്തിൽ കൂടുതൽ അപകട സാധ്യതയും മറ്റും നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണ് ഗതാഗത നിയന്ത്രണവും ഒപ്പം നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിടാനും ആളുകളോട് ഈ നിരോധനാജ്ഞ പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തത്. കൂട്ടം കൂടി ആളുകൾ നിൽക്കരുത് എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് വാഹനത്തിൽ അനൗൺസ്മെന്റായി അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം ഈ ആനയുടെ ഹിസ്റ്ററി എന്ന് പറയുന്നത് കുറേയധികം ദൂരം യാത്ര ചെയ്ത് വന്ന ആനയാണ്. അതായത് ഹാസനിലെ ബേലൂർ ഡിവിഷനിൽ ആണ് ഈ ആനയെ പിടികൂടിയത്. പിന്നീട് വന്യജീവി സങ്കേത പരിധിയിൽ വനത്തിലേക്ക് തുറന്നു വിടുകയായിരുന്നു. റേഡിയോ കോളർ നിയന്ത്രിക്കുന്നത് കർണാടക വനം വകുപ്പാണ്. അതുകൊണ്ട് കർണാടകയ്ക്ക് തന്നെ മയക്കുവെടി വെച്ച് പിടികൂടി പിന്നീട് ബന്ദിപ്പൂരിലോ മറ്റോ അല്ലെങ്കിൽ കർണാടകയ്ക്ക് അതാണ് ഇത് ആന ഇപ്പോൾ നിൽക്കുന്നത്. അതിന്റെ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ അറിയാം അത് ജനവാസ മേഖലയിൽ തന്നെയാണ്. ആ ചതുപ്പ് കുറച്ച് താഴ്ന്ന പ്രദേശമായതുകൊണ്ടാണ് സമീപത്തെ വീടുകളോ വ്യാപാര സ്ഥാപനങ്ങളോ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാത്തത്. അതൊരു ജനവാസ മേഖലയുടെ ഒത്ത നടുവിൽ തന്നെയാണ്. അവിടെ വെച്ചൊന്നും ഏതായാലും മയക്കുവെടി വയ്ക്കാൻ കഴിയില്ല. ജനങ്ങളെ ആ നഗരത്തെ അത് മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ്. മയക്കുവെടി വയ്ക്കാൻ തത്വത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. അതിൻ്റെ സൗകര്യപ്രദമായ സ്ഥലത്ത് എത്തുമ്പോഴേ അത് ചെയ്യാൻ കഴിയൂ എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുക.